ഹായ്. 2025 നീറ്റ് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ അപ്ഡേറ്റ്. ഇതിനു മുമ്പ് സിലബസ് വന്നിട്ടുണ്ട്, ബട്ട് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആ ഫസ്റ്റ് അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ അർത്ഥം മോസ്റ്റ് പ്രോബബ്ലി ആധാർ ഒരു മാൻഡേറ്ററി ഡോക്യുമെന്റ് ആവും. മുമ്പ് ആധാർ ഇല്ലാത്തവർക്ക് പാസ്പോർട്ടൊക്കെ ഉപയോഗിക്കാമായിരുന്നു. ഇപ്രാവശ്യം എന്താവും അറിയില്ല, പക്ഷെ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യുക. ഇത് എന്തിനാണെന്ന് കൂടി അവർ പറയുന്നത് ഫോർ അബാർ ID എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ സാധാരണ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും അല്ലെങ്കിൽ മറ്റ് ഡീറ്റെയിലും ഒക്കെ കൊടുക്കുമ്പോൾ എറർ വരാനുള്ള സാധ്യതകളും, അതുകൊണ്ട് അതിനു വേണ്ടി വീണ്ടും കറക്ഷൻ ടൈം ഒക്കെ കൊടുക്കേണ്ടി വരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഇത് മറ്റേ ഇപ്പൊ എയിംസ് പോലുള്ള എക്സാമുകളിലാണെങ്കിൽ പാർ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു വൺ ടൈം അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം രജിസ്ട്രേഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ഉപയോഗിക്കാം. അതേപോലെ തന്നെ മുമ്പ് JEE അപ്ലൈ ചെയ്തപ്പോഴും അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ നീറ്റിലൊക്കെ നമുക്ക് ABCID അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ABCID ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യുന്നൊരു പ്രൊസീജിയർ ഉണ്ടായിരുന്നു. അപ്പൊ അത് റീപ്ലേസ് ചെയ്യാനാവാം അബാർ ID എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൂടി കൊണ്ടുവരുന്നു. അതായത് നിങ്ങളുടെ ആധാർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഡോക്യുമെന്റ് ഓൾറെഡി അവരുടെ കയ്യിൽ അവൈലബിൾ ആവും. അപ്പൊ അതിനുവേണ്ടി അബാർ ID എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി, അതിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ ഇതിൽ ചെയ്യേണ്ട, നിങ്ങൾ തൽക്കാലം ആധാർ അപ്ഡേറ്റ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആധാർ അപ്ഡേറ്റ് ആണ്, റൈറ്റ്? അപ്പൊ അതിന്റെ പ്രോസസ്സ് എന്താണെന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ നോട്ടിഫിക്കേഷൻ പ്രകാരം ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള പ്രോസസ്സ് കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രോസസ്സ് എന്താണ്? നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ ആര് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഒരുപാട് പഴയ ആധാറാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പൊ റീസെന്റ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത ആധാർ ആണെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ പണ്ടെടുത്തതാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോയും ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിൽ, ആധാറിലെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും തമ്മിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അതേപോലെ ചില കുട്ടികൾ ചെറിയ പ്രായത്തിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബയോമെട്രിക്സ് ഒന്നും എടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ അത് മിസ്സിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ സ്പെല്ലിംഗ് എററുകൾ ഉണ്ടാവാം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് റീസെന്റ് ഈ ഒരു വർഷം അപ്ഡേറ്റ് ചെയ്യാത്തവരെല്ലാം തന്നെ ചെയ്യുകയായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ആധാറിന്റെ നമ്പർ മാറില്ല. അപ്പൊ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാവും, നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ കൊടുത്താൽ ഉടനെ പുതിയ ആധാർ വരില്ലല്ലോ. നമ്പർ മാറുന്നില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ആധാർ, പുതിയ ആധാർ വരുന്നത് വരെ പഴയ ആധാർ തന്നെ ഉപയോഗിക്കാം. അപ്ഡേറ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്ലിപ്പ് കിട്ടും. അപ്പൊ പഴയ ആധാറും ഈ സ്ലിപ്പും സഫീഷ്യന്റ് ആണ്. ഓക്കെ, നമ്പർ മാറുന്നില്ല. അതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്തത് കൊണ്ട് ആധാർ വരില്ലല്ലോ എന്നുള്ള ടെൻഷൻ വേണ്ട, അത് വന്നോളും. ബാക്കി ഡീറ്റെയിൽ അവിടെ അപ്ലോഡ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആരാണെന്ന് പറഞ്ഞു. ഇനി അതിൽ നിർബന്ധമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പേര്, അതിൽ ഒരു തിരുത്തും ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളുടെ പേര് ഇപ്പോ അശ്വിൻ R എന്നാണ് എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങളുടെ 10th ഡോക്യുമെന്റിൽ ചിലപ്പോ R ശേഷം ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. അപ്പൊ അതുകൂടി പെർഫെക്റ്റ് ആക്കുക. ഇനി അതിപ്പോ ചിലപ്പോ ഈ R ഫ്രണ്ടിലായിരിക്കും, R അശ്വിൻ എന്നായിരിക്കും സ്കൂൾ രജിസ്ട്രിയിൽ, ആധാറിൽ അശ്വിൻ R എന്നായിരിക്കും. അപ്പൊ അതൊക്കെ മാറ്റുക. അപ്പൊ അത് വലിയ ഇഷ്യൂ ഉണ്ടായിട്ടല്ല, ബട്ട് പിന്നീട് ഉണ്ടാവുന്ന മിസ്മാച്ചിങ് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പിന്നീട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആധാർ നമ്പർ കൊടുക്കുമ്പോൾ അതിനകത്ത് മിസ്മാച്ചിങ് കാണിക്കും. അതുപോലെ ചിലപ്പോൾ പേര് ഫുള്ള് ക്യാപ്സിലായിരിക്കും, അശ്വിൻ എന്നുള്ളത് ഫുള്ള് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. ഡോക്യുമെന്റിൽ ചിലപ്പോൾ A മാത്രമായിരിക്കും ക്യാപിറ്റൽ. അപ്പൊ അങ്ങനെ എന്താണോ നിങ്ങളുടെ 10th ഡോക്യുമെന്റിൽ, അതായത് പേരും മറ്റും നിങ്ങൾ എന്തിന് അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ എന്തിന് ഇക്വലന്റ് ആക്കണം, 10th ഡോക്യുമെന്റിന്. 10ാം ക്ലാസ്സിലെ നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിൽ എന്താണോ നിങ്ങളുടെ പേര് എക്സാക്ട്ലി അങ്ങനെ തന്നെ ആയിരിക്കണം. ഇനിഷ്യലും ഡോട്ടും സ്പേസും ക്യാപ്സ്ലോക്കും ഒക്കെ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ അതൊക്കെ അങ്ങനെ തന്നെ വരണം. അപ്പൊ നെയിം കൃത്യമായിരിക്കണം, ഒരു വ്യത്യാസവും ഉണ്ടാവരുത്. പിന്നെയുള്ളത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അതിലും ഒരു വ്യത്യാസവും ഉണ്ടാവരുത്, പെർഫെക്റ്റ് ആയിരിക്കണം. ഇത് രണ്ടും 10th സർട്ടിഫിക്കറ്റിനനുസരിച്ച് പെർഫെക്റ്റ് ആയിരിക്കണം, ഒരു വ്യത്യാസവും ഉണ്ടാവരുത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ മിസ്മാച്ചിങ് കാണിക്കും. പിന്നെ നമ്മൾ അതിന്റെ അടുത്ത സൊല്യൂഷൻ കാണാൻ വേണ്ടി പോകണം. അപ്പൊ ആ ടെൻഷൻ ഒഴിവാക്കാൻ നിങ്ങൾ ഇത് രണ്ടും നിർബന്ധമായിട്ട് ചെയ്യണം. പിന്നെ ആധാർ ലിങ്ക്ഡ് മൊബൈൽ ഉണ്ടാവും. അപ്പൊ ആധാർ ലിങ്ക്ഡ് മൊബൈലിന്റെ പ്രശ്നം, അതിലേക്കാണ് OTP മറ്റും വരിക. അപ്പൊ ചില ആൾക്കാർ അന്ന് ആധാർ അപ്ലൈ ചെയ്തപ്പോൾ ഉപയോഗിച്ച മൊബൈൽ നമ്പർ ഇപ്പൊ ചിലപ്പോൾ ഉണ്ടാവില്ല എന്ന് വരും. അത് ചിലപ്പോൾ ഇപ്പോൾ വർക്കിംഗ് കൂടി ആയിരിക്കില്ല. അപ്പൊ അതൊക്കെ അക്ഷയ സെന്ററിൽ പോയി നിങ്ങൾ ഈ ലിങ്ക്ഡ് ഏത് മൊബൈലാണോ ലിങ്ക് ചെയ്തിരുന്നത് അത് ഇപ്പൊ വർക്കിംഗ് അല്ലെങ്കിൽ അതിന് പകരം മറ്റൊരു നമ്പറൊക്കെ കൊടുത്ത് ഇതും പെർഫെക്റ്റ് ആക്കി വെക്കണം. കാരണം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ OTPയും ഡീറ്റെയിലും ഒക്കെ വരിക. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള മറ്റ് സംശയങ്ങളാണ്, എൻ്റെ അഡ്രസ്സിൽ വ്യത്യാസമുണ്ട്. അഡ്രസ്സിലെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ വീട്ടുപേര് നിങ്ങളുടേത് മാറുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിൽ എന്താണോ നിങ്ങളുടെ പേര്, എന്താണോ നിങ്ങളുടെ വീട്ടുപേര്, അങ്ങനെ തന്നെയായിരിക്കും ഇപ്പോഴും. ഇനി
അഡ്രസ്സിൽ ചിലപ്പോൾ നിങ്ങൾ സ്ഥലം മാറിയിട്ടുണ്ടാവും, നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ മറ്റൊരു ജില്ലയിലേക്ക് തന്നെ പോയിട്ടുണ്ടാവും. അപ്പൊ പോസ്റ്റ്, അതായത് പോസ്റ്റ് ഓഫീസ് മാറുന്നത് ഒരു വലിയ ഇഷ്യൂ അല്ല, അത് നിങ്ങൾ തിരുത്താൻ നിൽക്കണ്ട. ഇപ്പൊ നിങ്ങളുടെ ആധാറിലുള്ളതായിരിക്കണം നിങ്ങളുടെ കറന്റ് അഡ്രസ്. ഓക്കെ, 10th ഇതുപോലെ ആവണമെന്ന് നിർബന്ധമില്ല. ബട്ട് പേരും വീട്ടുപേരും നിങ്ങളുടെ 10th ഡോക്യുമെന്റ് പോലെ തന്നെയായിരിക്കണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഇപ്പൊ ഇവിടെ പേരും നോക്കുമ്പോൾ നിങ്ങൾ ആ കൂടി ഇതുകൂടി ചെയ്യുക, നിങ്ങളുടെ ഹൗസ് നെയിമും കൂടി ശ്രദ്ധിക്കുക. ഇതിന്റെ ഒക്കെ സ്പെല്ലിങ് കറക്റ്റ് ആയിരിക്കണം. പോസ്റ്റ് ഓഫീസ് മാറിയത് കൊണ്ടോ സ്ഥലം മാറിയത് കൊണ്ടോ പിൻകോഡ് മാറിയത് കൊണ്ടോ ഒന്നും ഇഷ്യൂ ഇല്ല. പേര്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, വീട്ടുപേര്, അതേപോലെ പേരൻസിന്റെ പേരിലും ചിലപ്പോൾ ചെറിയ ചെറിയ എററുകൾ ഉണ്ടാവും. അത് പേരൻസിന്റെ ഡോക്യുമെന്റിൽ എന്താണ് എന്നുള്ളത് രണ്ടാമത്തെ കേസ്. നിങ്ങളുടെ 10th ഡോക്യുമെന്റിൽ നിങ്ങളുടെ അച്ഛന്റെ പേര് എന്താണോ സ്പെല്ലിങ്, എന്താണോ പേര്, അത് അങ്ങനെ തന്നെ ഉണ്ടാവണം. 10th സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ അമ്മയുടെ പേര് എന്താണോ അത് തന്നെയായിരിക്കണം ഇവിടെയും. അങ്ങനെ ഡോക്യുമെന്റുകളിൽ എന്തൊക്കെ വന്നോ അതൊക്കെ ഇതിലേക്ക് കോപ്പി ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് സിമ്പിൾ ആയി പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ കൺഫ്യൂസ് ആവേണ്ടതില്ല, നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിനെ ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കണം ആധാർ. ഇതാണ് ചുരുക്കം പറഞ്ഞാൽ. ഓക്കെ, കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഫസ്റ്റ് അപ്ഡേറ്റ് എന്താണോ വന്നത് അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഫർദർ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ അത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. ഇതിന്റെ കമന്റ് ബോക്സിൽ ഞാൻ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് മറ്റ് അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് അപ്ലോഡ് ചെയ്യാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.